ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. ആള് പുറത്തേക്ക് വരാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിസ്സ പറഞ്ഞെടുത്തു. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വലി ഒരു സബ്സ്ക്രൈബർ ഇന്ന് മാൾട്ടയിൽ ലാൻഡ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് സെൻറ്റ് പോൾസ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ആളെനിക്ക് വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് ലാൻഡ് ചെയ്യുന്ന പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു. ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആൾ വന്നതാണ്. അപ്പോൾ ഇന്നാണ് ആൾ ലാൻഡ് ചെയ്തത്. സോ നമുക്കിന്ന് പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് സെൻറ്റ് പോൾസ് ബേ വരെ പോവാം. പോയി കണ്ടിട്ട് ചെറിയ സർപ്രൈസ് കൊടുത്തിട്ട് എന്തായാലും ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ബസ്സിലൊന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് അകത്തേക്ക് നടക്കണം. അപ്പോൾ പുള്ളി എനിക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾമോസ്റ്റ് ഞാൻ എത്താറായി. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയാണ് ആളുടെ റൂമുള്ളത്. നമ്മൾ വെറും കൈയോടെ പോകണ മോശമല്ലേ, ആദ്യമായിട്ടൊന്നല്ല. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടോട്ടെ. അപ്പോൾ നമുക്കിവിടെ ഡേയ്സ് ഉണ്ട്, ഇവിടെ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. പുള്ളി ചിലപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്താ വാങ്ങിക്കാമെന്നൊരു ഡൗട്ട്. നമുക്ക് ഇവിടെ ഫുഡ് സ്റ്റോറിൽ നമുക്ക് കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ടു പോവാം. ഞാൻ പിസ്സ പറഞ്ഞെടുത്തു. നമുക്ക് പിസ്സയും എടുക്കാം, അതുപോലെ തന്നെ ഒരു ക്രോയിസന്റ്. താങ്ക് യു. കുറച്ച് സാധനങ്ങൾ വാങ്ങി ആളെടുത്ത് ഇപ്പോൾ എന്തെങ്കിലും എത്താറുണ്ട്. ഞാൻ ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. ആൾ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞായിരുന്നു. ഈ ഏരിയയിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടോ തന്നെ ഈ സൈഡിലേക്ക് ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ സെൻറ്റ് പോൾസ് ബേയിൽ. ഈ അടുത്തേക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നിറച്ച് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഏരിയ തോന്നണേ. ഇവിടെ അടുത്ത് എവിടെയാണ് ആള്? കിട്ടി ആളെ കിട്ടി. അപ്പൊ കഴിച്ച് ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന പയ്യൻ. എന്താ ഫ്ലൈറ്റ് കണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? മാൾട്ട ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട് മാൾട്ടയുടെ? യൂറോപ്യൻ സെറ്റപ്പ് ഒക്കെ നീ എക്സ്പെക്ട് ചെയ്ത സംഭവം കിട്ടി അവിടെ നിന്ന്? അന്നല്ലേ ഉള്ളൂ. എങ്ങനെ പ്രോസസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? സെറ്റ് ആയിരുന്നോ? അക്കോമഡേഷൻ പിടിക്കാൻ എങ്ങനെയായിരുന്നു? സെറ്റായി. അപ്പൊ എന്റെ സ്നേഹ സമ്മാനം ഉദയം ഓണത്തിന് എടുക്കാൻ വേണ്ടി മുണ്ടൊക്കെ ഇട്ടുണ്ട് ചേർക്കാൻ വന്നാണ് ഉദയം. പിന്നെ ആർന്നുകൊണ്ടൊന്നു അത് മതി. 10 കിലോ അരി. അത് ഇവിടെ വില കൂടുതലാണ്. ചില സാധനങ്ങളൊക്കെ വില കൂടുതലുണ്ട്. പക്ഷെ എന്നാലും 3 യൂറോ 2 യൂറോ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും സാധനം വാങ്ങുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി വാങ്ങിക്കുക. ഈ ചെറിയ കടകളിൽ പോകുമ്പോൾ ഭയങ്കര റേറ്റ് അടിക്കും. ഇപ്പൊ ഞാൻ ഈ മേടിച്ച സാധനത്തിന് 10 യൂറോ ആയെന്ന് വിചാരിക്കും. ഈ സെയിം സാധനം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ 4 യൂറോ 5 യൂറോയിൽ പരിപാടി വരും. പകുതി റേറ്റ് കുറയും. അപ്പൊ ഞങ്ങള് ആളെ കണ്ടു. ഞാൻ പോവാണ്. ഇനി പുള്ളി വയറിലാവും. അടുത്ത യൂട്യൂബ് ചാനൽ ഇവന്റൊക്കെ ആയിരിക്കും ചിലപ്പോ. ഗൈസ്, നമുക്ക് സമയം ഒരുപാട് ലേറ്റായി. ഞാൻ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഇറങ്ങാൻ ഭയങ്കര ലേറ്റായി. അതുകൊണ്ട് അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ ഓർത്തില്ല. കാര്യം മറന്നു. ശരിക്കും പറഞ്ഞാൽ പോയ പർപ്പസ് അവിടെ നിന്നപ്പോൾ മറന്നു. ഇപ്പോൾ നമുക്കിവിടെ സമയം 9 മണിയായി. ഞാനിപ്പോൾ തിരിച്ചെന്തായാലും വീട്ടിലേക്ക് പോവാണ്. ആളെന്തായാലും ഹാപ്പിയാണ്. ഞാൻ സംസാരിച്ചിരുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ മറന്നു. സത്യം പറഞ്ഞാൽ അവിടെ 2 മലയാളീസ് ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തത്രേ ഉള്ളൂ. See you guys on next video. Bye.